തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ടത് നിങ്ങൾ ആ പഞ്ചായത്തിനെക്കുറിച്ച് പഠിക്കണം. ഈ വർഷം ആ പഞ്ചായത്തിൽ ലാപ്സായി പോയ പദ്ധതികൾ എത്രയാണ്, ലാപ്സായ ഫണ്ട് എത്രയാണ്, ആ പഞ്ചായത്ത് ചെയ്തിട്ട് അഴിമതി മൂലം ആൾക്കാർക്ക് പ്രയോജനപ്പെടാതെ പോയ പദ്ധതികൾ ഏതെല്ലാമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കണക്കുണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയം വേണം. ഒരു 3-4 ചെറുപ്പക്കാർ പഠിച്ച പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റും. അത് നാട്ടിൽ ചർച്ചയാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയതുപോലെ നോട്ടീസ് അടിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും, വാടിക്കൊണ്ടുപോയി സാറ് പറഞ്ഞ പോലെ ഒരു കോർണർ യോഗം നടത്തി പറയാം, നമുക്കിത് ആവർത്തിക്കാൻ വേണ്ടി ഇനിയും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേണം. ഇപ്പോൾ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ 60 മാസം കൊണ്ട് മേടിച്ച പൈസ എത്രയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 60 മാസം കൊണ്ട് ഇവൻ മേടിച്ച എത്ര? 3500 ആണോ? 3500 രൂപയാ. എന്നാൽ ഈ 60 × 7000 അതല്ല. നിങ്ങൾ ആ പഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് ചായയും കടിയും ചോറും മേടിച്ചതിൻ്റെ കണക്കെടുക്കുക. അതാണ് ഞെട്ടിക്കുന്ന കണക്ക്. അത് വലിയ തുകയായിരിക്കും. ഇത്രയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി, അല്ലെ ഇത്രയും ഓർഡിനറി മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ വേണം. നിങ്ങൾക്ക് എന്താ കിട്ടുക? ഭൂരിപക്ഷത്തിനും ഒന്നും കിട്ടിയിട്ടില്ല. ഭൂരിപക്ഷത്തിനും ആ പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ട് കാണുകയില്ല. ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടാണ്. ഇപ്പോൾ വീട് കിട്ടിയത് ഞാൻ പറയാം, ഒരു 100 വീടായിരിക്കും ഈ 5 വർഷം കൊണ്ട് ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി വീടില്ലാത്ത ആർക്കും വീട് കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തൊട്ടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഒരു വീട് വളരെ മോശമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വീട് കിട്ടാത്തത്? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് തരാതിരിക്കാൻ ഒരു ന്യായമില്ല. അവർ വേറെ ഏതെങ്കിലും പാർട്ടിക്കാണ് കഴിഞ്ഞ ആഴ്ച വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർഹത ഉണ്ടായിട്ട് വീട് കിട്ടാത്തത്? അത് അവർ പറയും ഗ്രാമസഭയിൽ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു നോക്കുക. അപ്പോൾ ഈ ഗ്രാമസഭ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഗ്രാമസഭയിൽ ഞങ്ങൾ വരാം, ഇനി വീടിന് അപേക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ വീട് കിട്ടാനുള്ള അവസരം ഞങ്ങൾ സഹായിച്ചു തരും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്ക് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും അതിന് പരിഹാരം ഇന്നതാണെന്ന് അവരുടെ കൂടെ പറയുകയും ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ അടുത്ത പഞ്ചായത്തിൽ ഉണ്ടായേക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. ആ തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തിരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് വോട്ട് കിട്ടിയല്ല, ഉറപ്പുണ്ട്. അവിടെ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടിയല്ല. കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ്റിൻ്റെ വോട്ട് കിട്ടുമോ? കിട്ടിയല്ല. അങ്ങനെ കിട്ടിയാലെന്ന് ഉറപ്പുള്ള കുറേ വോട്ടുകളുണ്ട്. അവിടെ പോയി നിങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാണ് അതിന് പോകുന്നത്? അപ്പം നിങ്ങൾക്ക് 100% കിട്ടുമെന്ന് ഉറപ്പുള്ള വോട്ടുണ്ടെന്ന് പോയി മുമ്പേ പറഞ്ഞ 10 പേര് വേണമെങ്കിൽ 50 പേര് നിർദ്ദേശിച്ച 50 പേര് നിങ്ങളുടെ വോട്ടായിട്ട് കൂട്ടാം. ബാക്കിയുള്ള വോട്ടുകളുടെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവിടെയാണ് പ്രചരണം നടത്തേണ്ടത്. കിട്ടിയാലെന്ന് ഉറപ്പുള്ള ഒരു കള്ളും മേടിച്ചു കൊടുത്ത് അവൻ്റെ പുറകെ നിങ്ങളുടെ ആയുസ് സമയവും കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ തീരുമാനമെടുക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. അതിനെ നിങ്ങൾ അത് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ആം ആദ്മിയെ പരിചയപ്പെടുത്താൻ പോയി, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് ഒന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നോട്ട് ചെയ്ത് മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാൽ മതി. കിട്ടാത്തടത്ത് പോയി സമയം കളയേണ്ട കാര്യമില്ല. അവിടെ പൈസ അവന് ഈ പ്രസ്താവന പോലും കൊടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ജയിച്ചിട്ട് 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ഒരു പ്രാവശ്യം തോറ്റെന്ന് വെച്ചാൽ ഞാൻ നിന്ന ഒരു വാർഡിൽ തന്നെ രണ്ടാമത് മത്സരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പ്രസ്താവന അടിക്കില്ല, പോസ്റ്റ് അടിക്കില്ല. അപ്പോൾ ഇയാളുടെ അഹങ്കാരമാണെന്നൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒത്തിരി ചെറുപ്പക്കാരും ഉണ്ടെന്ന് നമ്മുടെ കൂടെ നടക്കാൻ. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ്, ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ പറഞ്ഞു ഇവന് അഹങ്കാരം മൂത്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ ഞാൻ ഇനി എൻ്റെ പടം വെച്ച് പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിട്ട് ഞാൻ നിന്നൊരു വാർഡിൽ എന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ അതെൻ്റെ പരാജയമാണ്. എന്നെ അറിയാത്തൊരു ആളും ആ വാർഡിലില്ല. അതിങ്ങനെ പറഞ്ഞ് 17 വോട്ടിന് ഞാൻ തോറ്റു. ഇതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ സമയത്ത് അങ്ങനത്തെ ചില ഒരു കാര്യങ്ങളുണ്ട്. അവൻ്റെ തലക്കനോ ഇയാൾ ഭയങ്കര വിനയമുള്ളവനായിരിക്കും. ഞാനങ്ങ് പറഞ്ഞു, അപ്പോൾ മറ്റൊരും തോന്നുന്നു അവന് ഇച്ചിരി തലക്കനം കൂടുതല, ഇവൻ വേറെ 4 പേരോട് പറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനെ മറികടക്കാനുള്ളൊരു കാര്യം ഇത് എന്നാണ് ഈ മർമറിങ് പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാർ വഴി അവൻ മിടുക്കനാണ്, ഇന്ന സഹായങ്ങൾ ചെയ്യുന്നതാണ് നമ്മളല്ല പറയേണ്ടത്. ഈ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ആരുടെയും ഒക്കെ പറഞ്ഞ് അത് നാട്ടിലൊരു ട്രെൻഡാക്കി എടുക്കാൻ നോക്കണം. അതൊക്കെ ഇലക്ഷൻ്റെ ഒരു തന്ത്രമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആം ആദ്മിക്ക് നിങ്ങളുടെ വാർഡിൽ എത്ര വോട്ടുണ്ട് എന്നുള്ളത് വിഷയമല്ല. അവിടെ ആം ആദ്മിക്കും CPM-നും CPIക്കും ഒന്നും വോട്ടില്ല. നമ്മൾ ആ CPM-ന് കിട്ടിയ വോട്ട് വെച്ചാൽ അത് മുഴുവൻ CPM ആണെന്ന് പറഞ്ഞത് ആണോ? ഒരിക്കലും അല്ല. അതിൻ്റെ അകത്ത് അവരുടെ പാർട്ടി മെമ്പർമാരുടെ ലിസ്റ്റ് അവരുടെ ലോക്കൽ കമ്മിറ്റി ആഫീസിലുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10-20
പേരായിരിക്കും ആ വാർഡിലുള്ള. അതാണ് അവരുടെ പാർട്ടി മെമ്പർമാരെന്ന് അവർ വിശ്വസിക്കുന്ന ആൾക്കാർ. ബാക്കി ചിലപ്പോൾ അവർ അനുഭാവികളെന്ന് പറയുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യുന്നവരാകാം അനുഭാവികൾ. പക്ഷേ അതിനേക്കാൾ മിടുക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അനുഭാവം മാറും, ഉറപ്പാണ്. ഈ അനുഭാവം ഉണ്ടാവുന്ന അങ്ങനെയാണ്. അതിനേക്കാൾ മിടുക്കം വന്നു കഴിഞ്ഞാൽ അനുഭാവം അവർക്ക് അവരോടാവും. അപ്പോൾ അതുകൊണ്ട് CPM-നും കോൺഗ്രസിനും അതിൻ്റെ കോട്ടയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു കോട്ടയില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുന്നത് ഒരു CPM-ൻ്റെ കോട്ടയില്ല, 150 വോട്ട്. ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. അപ്പോൾ ബാക്കി മിക്കവാറും വാർഡുകൾ UDF-ൻ്റെ വൻ ഭൂരിപക്ഷമുള്ള സ്ഥലം, ബാക്കി മിക്കവാറും വാർഡുകൾ ജയിക്കുമെന്ന് പാർട്ടിക്ക് ഒരു ധാരണയുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് വേണം, ഏറ്റവും തോക്കുന്ന സീറ്റ് തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഈ സീറ്റ് തന്നു. അപ്പോൾ ജയിക്കുകയായിരുന്നു എല്ലാവർക്കും ഉറപ്പാണ്. 150 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. അവിടെ ഞാൻ ഇപ്പോൾ ഈ 17 വോട്ടിന് ജയിച്ചു, അവിടെ ഞാൻ 17 വോട്ടിന് തോറ്റെന്ന് പറഞ്ഞത് അവിടെ വിജയിച്ചതിൻ്റെ ഒരു കാരണം തന്നെ നമ്മൾ വല്ല ഈ പ്രത്യേക കഴിവായിട്ട് വന്നാണോ? അല്ല, അതൊരു രാഷ്ട്രീയ എന്താണ് അവർക്ക് എന്നെക്കായി കുറച്ച് പ്രായമുള്ള ആളാണ് CPM-ൻ്റെ ആൾ. ഇനി അയാൾ അവിടുത്തെ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇയാൾ ലോൺ കൊടുക്കാത്തതിനൊക്കെ വാശിയുള്ള കുറേ CPM-മാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം ഈ വാശി തീർക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുക. ഇതൊരു പയ്യനല്ലേ, എന്നാൽ ഇവന് കൊടുക്കാമെന്ന് വെച്ച് ഇവരെല്ലാം കൂടി. അതാണ് ഈ മനുഷ്യൻ്റെ ആ സമയത്തെ ഒരു വിചാരമൊന്നേ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അവൻ ചിലപ്പോൾ ഒരു ചെറിയ വാശി ഉണ്ട് തീർക്കുന്ന അന്നേരം, ചെറിയ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മുമ്പേ നമ്മൾ പോയപ്പോൾ ചായ കുടിച്ചപ്പം കേക്ക് മേടിച്ചെന്ന് പോലെ ഒരു കേക്ക് മേടിച്ചെന്ന് കഴിഞ്ഞാൽ അയാളെങ്കിൽ കൊല്ലം ടൗണിൽ വെച്ചൊരു കേക്ക് മേടിച്ചത് അതിൻ്റെ മനസ്സിൽ ചിലപ്പോൾ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധ ചെലുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും. ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം വേണ്ട. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡ് ഒരാളും ഉള്ളൂവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെറുതെ വേഷം കെട്ടണ്ട. അവിടെ അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ തോറ്റു പോകും. ഇവരെല്ലാം പറയും മത്സരിക്കാൻ പറയും, അങ്ങനെ മത്സരിക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യം 5 പേരെ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. 50 പേരെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവമുണ്ട് അല്ലെ ഈ പാർട്ടിയോട് അവനെ നിർത്തണം എന്ന് ആവശ്യപ്പെടാൻ കഴിയുമെന്ന് നോക്കുക. അത്രയും ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർഡ് ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഈ പരിശീലന പരിപാടിയിൽ നിങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുക. ഇത് ഇവിടെ കൊണ്ട് തീരുവല്ല പരിശീലനം, എൻ്റെ അടുത്തുകൊണ്ടല്ല. നിങ്ങൾ എവിടെ നിന്നെല്ലാം ഈ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ പറ്റുമോ ആ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക.